നമസ്കാരം. എട്ടാം ശമ്പള കമ്മീഷൻ വൻതോതിലുള്ള ക്ഷാമബന്ധ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഓരോ 10 വർഷത്തിലുമാണ് ശമ്പള കമ്മീഷനുകൾ രൂപീകരിക്കുന്നത്. ഔദ്യോഗിക ഷെഡ്യൂൾ അനുസരിച്ച് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചു. അതിനാൽ എട്ടാം ശമ്പള കമ്മീഷൻ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിന് ടേംസ് ഓഫ് റെഫറൻസ് 2025 നവംബറിൽ സർക്കാർ അംഗീകരിച്ചു. എന്നിരുന്നാലും മുൻകാല നടപ്പാക്കൽ ഷെഡ്യൂളുകൾ അടിസ്ഥാനമാക്കി കമ്മീഷൻ അതിന്റെ ശുപാർശകൾ സമർപ്പിക്കാൻ ഏകദേശം 18 മാസമാണ് എടുത്തേക്കാം. അതിനാൽ മന്ത്രിസഭ അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കുന്നത് വരെ ഏഴാം ശമ്പള കമ്മീഷൻ ഘടനയ്ക്ക് കീഴിൽ ജീവനക്കാർക്ക് ശമ്പളം തുടർന്ന് ലഭിക്കും. ഈ പരിവർത്തന കാലയളവിലെ ഏറ്റവും വലിയ ആശങ്ക ശമ്പള പരിഷ്കരണവും ക്ഷാമബന്ധയും ആണ്. ഒരു പുതിയ ശമ്പള കമ്മീഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ മുഴുവൻ സഞ്ചിത ക്ഷാമബന്ധയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയും ക്ഷാമബന്ധ 0-ൽ നിന്ന് പുനരാരംഭിക്കുകയും ചെയ്യുന്നതിനാൽ ക്ഷാമബന്ധ ഒരു പ്രധാന ഘടകമായി മാറും. ഒരു പുതിയ ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോഴെല്ലാം മുഴുവൻ ഇടക്കാല കാലയളവിലേക്കും സർക്കാർ കുടിശ്ശിക നൽകുന്നുണ്ട്. പുതുക്കിയ അടിസ്ഥാന ശമ്പളം, അലവൻസുകൾ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ ഈ കുടിശ്ശികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം പുതിയ ഫിറ്റ്മെന്റ് ഘടകം ഉപയോഗിച്ച് കണക്കാക്കുന്നതാണ്. അതുവഴി എട്ടാം ശമ്പള കമ്മീഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് ഗണ്യമായ ഒരു ലംപ് സം പേയ്മെന്റ് പ്രതീക്ഷിക്കാം. നിലവിൽ 2025 ജൂലൈ 1 മുതൽ ക്ഷാമബന്ധ 58%. നിലവിലുള്ള നിയമം അനുസരിച്ച് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതുവരെ ഓരോ 6 മാസത്തിലും DA വർദ്ധിക്കും. 2028 ജനുവരിയോടെ ക്ഷാമബന്ധ 74% എത്തിയാൽ സർക്കാർ 50% മാത്രം അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയും ബാക്കി 24% തുടരുകയും വേണമെന്നാണ് ഓൾ ഇന്ത്യ NPS എംപ്ലോയീസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് മഞ്ജുത് സിംഗ് പട്ടേൽ പറഞ്ഞത്. മിനിമം വേതന കണക്കുകൂട്ടലുകൾക്കായി ഫിറ്റ്മെന്റ് ഘടകം 2.64 ആക്കണമെന്നും കുടുംബ യൂണിറ്റിന് മുന്നിൽ നിന്ന് 5 ഉയരണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ ഫിറ്റ്മെന്റ് ഘടകം ബാധകമായി കഴിഞ്ഞാൽ പൂർണ്ണ DA അടിസ്ഥാനത്തിൽ ശമ്പളത്തിൽ ചേർക്കും. പുതുക്കിയ ശമ്പളത്തിൽ DA പുതിയതായി ആരംഭിക്കും. ഇനി എല്ലാ കണ്ണുകളും സർക്കാർ പഴയ ഫോർമുലയിൽ ഉറച്ചു നിൽക്കുമോ അതോ ജീവനക്കാർക്ക് സമുചിതമായ ഒരു പരിഹാരം കണ്ടെത്തുമോ എന്നതാണ് എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.